ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഉമാ കണ്ണൻ വേൾഡ്. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കാടമുട്ട വെച്ചിട്ട് ബജ്ജിയാണ്. ഇതാണ് കാടമുട്ട, എല്ലാവർക്കും അറിയാമല്ലോ. അത് ഞാൻ ബോയിൽ ചെയ്ത് കുക്ക് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ സ്കിന്നൊക്കെ റിമൂവ് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് കടലമാവ് കുറച്ച് വേണം, 1 കപ്പ് വേണം. പിന്നെ മുളക് പൊടി, ചില്ലി പൗഡർ 1 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ സോൾട്ട്, ഉപ്പ് ആവശ്യത്തിന്, കായംപൊടി കുറച്ച് എടുത്തിട്ടുണ്ട്. ഇത്രയുമാണ് നമുക്ക് കാടമുട്ട ബജ്ജി ഉണ്ടാക്കാനായിട്ട് വേണ്ടത്. എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്ക് ഈ കടലമാവിൽ മുളക് പൊടി, ഉപ്പ്, കായപ്പൊടി ചേർത്തിട്ട് ഒരു ബാറ്റർ റെഡിയാക്കാം. നമ്മുടെ കാടമുട്ടയ്ക്കുള്ള ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇതിൽ കടലമാവ്, മുളക് പൊടി, ഉപ്പ്, കായംപൊടി ചേർത്തിട്ടുണ്ട്. മുളക് പൊടി നമ്മുടെ എരിവിന് അനുസൃതമായിട്ട് ഇടുക. ഞാൻ 1 ടീസ്പൂൺ എടുത്ത് വെച്ചു എന്നുള്ളൂ. അതെനിക്കൊരു കുറച്ച് മതിയായുള്ളൂ. അതും എല്ലാം ചേർത്ത് കുറച്ച് വെള്ളവും കൂടെ ആഡ് ചെയ്ത് നല്ലോണം മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കാടമുട്ട ഇതിലേക്ക് ഇട്ടിട്ട് നമുക്ക് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. നമ്മുടെ ബാറ്ററിൽ കാടമുട്ട ഇട്ടിട്ടുണ്ട്. അതൊരു നല്ലോണം അത് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇനി എണ്ണയിലിട്ടിട്ട് എടുക്കാം. ഒരു ചീനച്ചട്ടിയിൽ കുറച്ച് കോക്കനട്ട് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മുടെ ബജ്ജി മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത് കാടമുട്ട ഇതിലേക്ക് ഇട്ടിട്ട് നമുക്ക് ഫ്രൈ ചെയ്യാം. ചൂടായ എണ്ണയിലേക്ക് നമ്മുടെ കാടമുട്ട ബജ്ജി ഇട്ടിട്ടുണ്ട്. ഇത് ചൂടായി വന്നതിന് ശേഷം നമുക്ക് പ്ലേറ്റിൽ എടുത്ത് വയ്ക്കാം. നമുക്ക് കാടമുട്ട ബജ്ജിക്ക് വേണ്ട ചമ്മന്തി ഒന്ന് റെഡിയാക്കാം. അതിന് കുറച്ച് കോക്കനട്ട് ഓയിൽ, ഒണിയൻ, സവാള ഒരെണ്ണെടുത്തിട്ടുണ്ട്, കുറച്ച് പുളി, ഉപ്പ്, 2 ഉണക്കമുളക്. ഇത് നല്ലോണം ഒന്ന് 1 മിനിറ്റ് ഒന്ന് ഫ്രൈ ചെയ്തതിന് ശേഷം മിക്സിയിൽ നമുക്ക് പേസ്റ്റാക്കി ചട്നിയാക്കി എടുത്തിട്ട് വയ്ക്കാം. നമ്മുടെ കാടമുട്ട ബജ്ജി റെഡി ആയിട്ടുണ്ട്. ചട്നിയും റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം, ഈസിയാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയുക. ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം കേട്ടോ. Thank you friends.